ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോഴത്തേനും കൃഷ്ണനോട് യാത്രയൊക്കെ പറയുന്നുണ്ട്, എന്നെ ഒരിക്കലും ഒഴിവാക്കരുത് എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും കൃഷ്ണന് ഒരുമാതിരി ആവുന്നുണ്ട്. അങ്ങനെ മാനസ തിരിച്ചു മടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേനും എയർപോർട്ടിൽ വെച്ച് തന്നെ ബലരാമനും നാട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ബലരാമനെ കാണുന്നുണ്ട് കേട്ടോ മനസ്സങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബലരാമൻ വരുന്നു. അതിനുശേഷം വീണ്ടും കൺമണിയെയും അതുപോലെ കൃഷ്ണനെയാണ് കാണിക്കുന്നത്. കൺമണിയും കൃഷ്ണനും കൂടിയും പറയുന്നുണ്ട്. കൺമണി ചോദിക്കുന്നുണ്ട്, മാനസ മേഡം പോയിട്ടുണ്ടാവുമോ, പറയണ്ടേ നമുക്ക് എന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൺമണി വാ നമുക്ക് പോകാം എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷ്ണനും കൺമണിയും കൂടിയും വരുന്ന സമയത്ത് തന്നെ ബലരാമനുമായിട്ട് കൂട്ടിയിടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കാണാതെ ആയതുകൊണ്ട് തന്നെ ബലരാമനും അതുപോലെ കൃഷ്ണനും കൂടി പരസ്പരം സോറി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും പോവുകയാണ്. അതിനുശേഷം തന്നെ കൃഷ്ണനും കൺമണി പോകുന്ന സമയത്ത് തന്നെ റോട്ടിൽ കുറച്ച് ഗുണ്ടാസംഘം അവർ തടഞ്ഞു നിർത്തുന്നുണ്ട്. എത്ര ഓണടിച്ചിട്ടും അവർ വണ്ടി മാറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. കൃഷ്ണ പറയുന്നുണ്ട്, ഒന്ന് വണ്ടി എടുത്ത് മാറ്റി എന്ന് പറയുന്നു. ഒന്ന് പിടയ്ക്കാതിരിക്കുക ചെക്ക, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ വീണ്ടും ഓണടിക്കുമ്പോഴത്തേനും കൺമണിയോട് പറയുന്നുണ്ട്, എന്താ നിൻ്റെ ഭർത്താവിനോട് കുറച്ച് നേരം സമാധാനപരമായി നിൽക്കാനായിട്ട് പറയുമെന്ന് പറയുന്നു. കൃഷ്ണ വീണ്ടും സമാധാനക്കേട് കാരണം വീണ്ടും ഓണടിക്കുന്ന സമയത്ത് തന്നെ ഇവളെന്താ കുറച്ച് സമയത്തിന് നീ കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് കൃഷ്ണ അതുപോലെ തന്നെ കൺമണിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. കൺമണി കാലിൽ നിന്ന് ഇറങ്ങി അവരുടെ മുഖത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടിക്കുന്ന സമയത്ത് തന്നെ അവർ വീണ്ടും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി താഴെ വീഴുന്നുണ്ട്. അതിനുശേഷം തന്നെ കൃഷ്ണൻ ഓടി വരുന്നുണ്ട്. രണ്ട് കൂട്ടരും കൂടി പരസ്പരം അടിയുണ്ടാക്കുകയാണ്. ആ സമയത്ത് തന്നെ ബലരാമൻ അങ്ങോട്ടേക്ക് വരുന്നു. ഇതിലൊരു ഗുണ്ട ബലരാമനെ കാണുന്ന സമയത്ത് തന്നെ അധികം പ്രശ്നം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബലരാമൻ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം എന്ന രീതി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാണ് കേട്ടോ ബലരാമൻ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയും കൃഷ്ണനും കൂടി തിരിച്ച് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം തന്നെ ബലരാമൻ അവരോട് യാത്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. ശരി, പോയിട്ട് വായോ എന്ന് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി തിരിച്ച് പോകുന്ന സമയത്ത് തന്നെ നല്ല രീതിക്ക് മടങ്ങുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഓ നിൻ്റെ ഒരു അഭിനയം കണ്ടില്ലേ, ഞാൻ അവിടെ പോയി ഇടപെടുമല്ലോ, നീ എന്തിനാ വെറുതെ അവരുടെ മുന്നിൽ വലിയ ആളാടെന്ന് ചമയുന്നത് എന്നൊക്കെ കൺമണിയോട് ചോദിക്കുന്നുണ്ട്. സാറ് ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കത്തി സാറിൻ്റെ നെഞ്ചത്ത് തന്നെ തറച്ച് കയറുമായിരുന്നു എന്ന് പറയുന്നു കേട്ടോ. അതെങ്ങനെ നിനക്ക് മനസ്സിലായത്? അവരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ കൺമണി കൃഷ്ണനോട് പറയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, നീ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ് കൺമണി എന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് തന്നെ സാർ അവിടെ കാറ് നിർത്തുകയാണ്. അതിനുശേഷം കൺമണി അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു. എങ്ങോട്ടോ കൺമണി നീ പോകുന്നേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പൊയ്ക്കോളാം സാർ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്, കാരണം സാറും ഞാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത് എന്നൊക്കെ കൃഷ്ണനോട് കൺമണി പറയുന്നുണ്ട് കേട്ടോ. സാറ് പ്രതികരിക്കുന്നിടത്ത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്. നിന്നെ ഞാൻ കൊണ്ടുപോയി ആക്കാം എന്ന് പറയുന്നു. ഞാൻ നിന്നെ കൊണ്ടുവന്നല്ലേ, തിരിച്ച് ഞാൻ ആക്കിക്കോളാം, ഞാൻ പൊയ്ക്കോളാം സാർ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അത് പറ്റില്ല എന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കൃഷ്ണ. സാർ എൻ്റെ തിരിച്ചു കൊണ്ടുപോകാൻ സാർ എൻ്റെ താലി കെട്ടി ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ കൃഷ്ണന് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. എന്താ തിരിച്ച് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതിനുശേഷം തന്നെ നമ്മുടെ ബലരാമനെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ബലരാമനെ കാണിക്കുമ്പോൾ സമയത്ത് കൃഷ്ണ അമ്മ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് കൃഷ്ണ ഫോൺ എടുക്കുന്നില്ല. ആ അമ്മയ്ക്ക് എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ബലരാമനാണെങ്കിലോ കൃഷ്ണൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് കേട്ടോ. കൃഷ്ണൻ്റെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ആ അമ്മ തളർന്ന് വീണ് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കയ്യിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. ആ സമയത്തിന് അമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി ബലരാമൻ അവിടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സാഗരം വിളിക്കുന്നുണ്ട്. സാഗർ അമ്മയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. എന്താ സുലു എന്ന് ചോദിക്കുകയാണ്. സുലു അല്ല, സുലുവിന് എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ചുമതല നിങ്ങൾക്കുള്ളതല്ലേ എന്ന് പറയുന്നു. അവൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ വെപ്രാളത്തോടുകൂടി സാഗർ ചോദിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താ പറ്റിയെന്ന് നിങ്ങളെൻ്റെ അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ സാഗർ ബേജാറായിട്ട് തന്നെ വരികയാണ് കേട്ടോ സുലുവിനെ കാണാനായിട്ട്. ആ സമയത്ത് നമ്മുടെ ബലരാമൻ്റെ കാർ അവിടെ നിർത്തിയിട്ടുണ്ട്.
കൃഷ്ണൻ സുലു എന്ന് വിളിച്ച് ചെല്ലുന്ന സമയത്ത് തന്നെ സുലുവിന് കയ്യിൽ എന്തായാലും മുറിവുണ്ട്, അതൊക്കെ കെട്ടി അവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സാഗർ വന്നോ എന്ന് ചോദിക്കുന്നു. എന്താ നിനക്ക് പറ്റിയത്, എന്താ നിനക്ക്, അത് പിന്നെ പറയുമ്പോഴത്തേനും അവിടേക്ക് ബലരാമൻ 2 കോഫി ആയിട്ട് വരുന്നു. കൃഷ്ണൻ അമ്മയ്ക്ക് ചായ തരാമെന്ന് പറഞ്ഞു വരുന്നു. അല്ലെങ്കിൽ അച്ഛൻ കുടിക്ക്, നിങ്ങൾ ആരാണെന്ന രീതിയിൽ സാഗർ ചോദിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് പറ്റിയത്, അത് അമ്മ തന്നെ നിങ്ങളോട് പറയും. അതല്ല, നിങ്ങൾക്ക് 2 പേർക്കും കൂടി എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അമ്മ അത് തീർച്ചയായും പറയും. ഇപ്പം അത് പറഞ്ഞ് അമ്മയെ ഇനി ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്നും ബലരാമൻ പറയുന്നു. എൻ്റെ വീട്ടിൽ വന്ന് ഇത്ര അധികാരത്തോടു കൂടി സംസാരിക്കാൻ നീ ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ സുലു പറയുന്നുണ്ട്, സാഗർ ഒന്നും മിണ്ടാണ്ടിരിക്കുക, ആ കുട്ടി കാരണമാണ് എന്നെ രക്ഷിച്ചത്, അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ടെന്നൊക്കെ സാഗറിനോട് പറയാണ്. ആ കുട്ടി പോണ വഴിക്ക് എന്നെ കണ്ടു ഇവിടെ നിന്നിട്ട് എന്നെ ശുശ്രൂഷിച്ചത്, അവനാണ് എനിക്ക് മരുന്നൊക്കെ വെച്ച് തന്നത്, എന്നെ ഓക്കെ ആക്കിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാഗറിന് സന്തോഷമാവുന്നുണ്ട്. എന്നാൽ അച്ഛൻ ചായ കുടിക്കുക, ചായ കുടിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാം എന്ന് പറഞ്ഞ് ബലരാമൻ സാഗറിനും ചായ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബലരാമൻ എന്ത് ഭാവിച്ചിട്ടാണ് സാഗറിൻ്റെ വീട്ടിലോട്ട് വന്നതെന്നറിയില്ല. മാത്രമല്ല സാഗറിനും അതുപോലെ സുലുവിനും തിരിച്ചറിഞ്ഞിട്ടില്ല അത് ബലരാമനാണെന്നുള്ളത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.